ചോദിക്കുന്ന ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് എന്തുണ്ടാവും? ഇപ്പം ഇന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരുടെയും ഇപ്പം മുന്നണി ഇതില്ലാതെ നമ്മൾക്ക് ഒരു പക്ഷേ കേരളത്തോട് ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുക കെ ശൈലജ ടീച്ചറുടെ പേരിലാണ്. ആദ്യത്തെ പിണറായി സർക്കാരിൽ ഏറ്റവും മികച്ച പെർഫോമിംഗ് മിനിസ്റ്റർ ആയിരുന്നു. ഇന്നലെ എം വി ഗോവിന്ദൻ മാഷിന്റെ ജാഥ തുടങ്ങി. അപ്പൊ ചോദിച്ചപ്പോൾ പാർട്ടി ജയിച്ചതിന് ശേഷം തീരുമാനിക്കുമെന്നുള്ള പറഞ്ഞു. അങ്ങനെ ഒരു പിണറായിക്ക് ഒരു പകരക്കാരൻ അല്ലെങ്കിൽ പകരക്കാരിയായി കെ ശൈലജ വരുമോ എന്നുള്ളൊരു കാര്യം ഒന്ന്. ഈ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോ കഴിഞ്ഞ തവണ ഒരു ദിവസം മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു ദിവസം ഈ ഭരണപക്ഷത്തിന്റെ വളരെ അപ്രതീക്ഷിതമായിട്ട് അവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്നും ഇപ്പോൾ സംസാരിക്കുന്നത് ലീഡ് ചെയ്യുന്നത് അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഒരു അസാധാരണമായ സാഹചര്യം കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ പ്രതിപക്ഷത്തിന് മുൻപ് ഭരണപക്ഷം അത് സംസാരിച്ചു. അവിടെയും കെ ശൈലജ ടീച്ചറാണ് മുന്നിൽ നിന്ന് നയിച്ചത്. നേരത്തെ ആര്യ പറഞ്ഞ കെ ശൈലജയോ അല്ലെങ്കിൽ പിണറായി വിജയനെ വെച്ചിട്ട് ഒരു മൂന്നാം തവണയും LDF സർക്കാർ വരികയാണെങ്കിൽ ആരായിരിക്കും UDFന്റെ പ്രതിപക്ഷ നേതാവ്? എന്തായാലും VD സതീശൻ വീണ്ടും പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും. എന്തായാലും ഇപ്പോ CPM-ൽ നിന്ന് ഇപ്പൊ ഒരു വനിതാ മുഖ്യമന്ത്രി ആരാകണം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കെ ശൈലജ ടീച്ചറിന്റെ വനിതാ മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രി ആകാനുള്ള ചോദ്യം മാറ്റാം. ഇപ്പോ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അല്ല, കോൺഗ്രസിന് ഇതേ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. അല്ല, കോൺഗ്രസിൽ വനിത എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയെ നമ്മളിപ്പോ വേണ്ട. പക്ഷേ CPM എത്ര ഒരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അതിന്റെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് കിട്ടും. അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക, ആരായിരിക്കും നയിക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്.